ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഈ മാസം 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് കരുത്തരായ ബ്രസീൽ കളിക്കുന്നത്. എതിരാളികൾ കൊളംബിയയും അർജന്റീനയുമാണ്. 21-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ബ്രസീലും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടും. പിന്നീട് 26-ാം തീയതി പുലർച്ചെ നടക്കുന്ന മത്സരത്തിലാണ് ക്ലാസിക്കോ പോരാട്ടം നമുക്ക് കാണാൻ കഴിയുക. ചിരവൈരികളായ അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ളതാണ്. ഈ മത്സരങ്ങൾക്കുള്ള പ്രിലിമിനറി സ്ക്വാഡിനെ ഇപ്പോൾ ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രാഥമിക സ്ക്വാഡാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ആകെ 52 താരങ്ങളെയാണ് ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫൈനൽ സ്ക്വാഡ് അടുത്ത ആഴ്ചയാണ് പ്രഖ്യാപിക്കുക. അതായത് 52 താരങ്ങൾ ഉള്ളത് 23 താരങ്ങളായിക്കൊണ്ട് ചുരുക്കപ്പെടും എന്നുള്ളതാണ്. ഏതായാലും സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഈ ഒരു സ്ക്വാഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെയ്മർ ഇപ്പോൾ പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായി മികച്ച പ്രകടനം നടത്തുന്നു. അതേസമയം മറ്റൊരു സൂപ്പർ താരമായ ഓസ്കാറും ഈ ഒരു പ്രിലിമിനറി സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് സ്ക്വാഡ് ഒന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് എഡേഴ്സൺ, ആലിസൺ, ബെൻഡോ, ഹ്യൂഗോ സൗസ, ലുക്കാസ് പെറി, വെവേർട്ടൺ എന്നിവരാണ് വരുന്നത്. ഇനി ഡിഫൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അലക്സാൻഡ്രോ, ബെറാൾഡോ, ഡാനിലോ, അതുപോലെ തന്നെ ഫാബ്രിസിയോ ബ്രൂണോ, ഗബ്രിയേൽ മഗല്ലസ്, ലിയോ ഓർട്ടിസ്, മാർക്കിഞ്ഞോസ്, മുറില്ലോ എന്നിവരാണ് വരുന്നത്. ഇത് സെൻട്രൽ ബാക്കുമാരുടെ കാര്യമാണ്. വിംഗ് ബാക്കുമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആബ്നർ, അലക്സാൻഡ്രോ, അലക്സ് ടെല്ലസ്, ഡോഡോ, ഡഗ്ലസ് സാന്റോസ്, ഗില്ലർമെ അരാന, വാൻഡേഴ്സൺ, വെസ്ലി എന്നിവരാണ് വരുന്നത്. മധ്യനിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആലിസൺ, ആൻഡ്രിയാസ് പെരേര, ആൻഡ്രേ സാന്റോസ്, ബ്രൂണോ ഗുയിമറസ്, എഡേഴ്സൺ, ഗേഴ്സൺ, ജോവോ ഗോമസ്, ജോലിൻഡൻ, ലുക്കാസ് മൗറ, ലുക്കാസ് പക്കേറ്റ, മാത്യൂസ് കുഞ്ഞ, നെയ്മർ ജൂനിയർ, ഓസ്കാർ. ഇതാണ് 2 പ്രധാനപ്പെട്ട താരങ്ങൾ. ഇനി സ്ട്രൈക്കർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആന്റണി, ബ്രൂണോ എൻറിക്ക്, എസ്റ്റവായോ വില്യൻ, ഗബ്രിയേൽ മാർട്ടിനെല്ലി, ഗലേനോ, ഇഗോർ ജീസസ്, ഇഗോർ പൈക്സാവോ, ജോവോ പെഡ്രോ, ലൂയിസ് ഹെൻറിക്ക്, റാഫിഞ്ഞ, റോഡ്രിഗോ, സാമുവൽ ലിനോ, സാവിഞ്ഞോ, വിനീഷ്യസ് ജൂനിയർ, യൂറി ആൽബർട്ടോ. ഇങ്ങനെയാണ് 52 താരങ്ങളുടെ ഒരു ലിസ്റ്റ്, പ്രാഥമിക ലിസ്റ്റ് ഇപ്പോൾ വരുന്നത്. ഇനിയിപ്പോൾ ഇത് 23 പേരായി ചുരുക്കപ്പെടുമ്പോൾ ആരൊക്കെ പുറത്തു പോകും, ആരൊക്കെ ടീമിൽ ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കൊണ്ട് കാണാം.